കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസ്. അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ കിറ്റ്. ഇതൊരു 3 പാർട്ടായിട്ടാണ്. ഇത് സിലിണ്ടർ, പിന്നെ ആലോസാണ് റെഗുലേറ്റർ, ഇത് BCD എന്ന് പറയും. ഇതൊരു ലൈഫ് ജാക്കറ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മുങ്ങി പോകുന്നുള്ളൊരു പേടി വേണ്ട. നിങ്ങളെ മുകളിൽ ഫ്ലോട്ട് ചെയ്യിപ്പിച്ച് കിടത്തി നിങ്ങളെ ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ട് നിങ്ങളെ പയ്യെ അടിയിലോട്ട് കൊണ്ടുപോകും. ഇതിങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് അടിയിലോട്ട് പോകുമ്പോൾ ഇതിങ്ങനെ ഡീഫ്ലേറ്റ് ചെയ്താണ് നിങ്ങൾ അടിയിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരപ്പം തന്നെ മുകളിൽ കൊണ്ടുവന്നത് ഇങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്തിട്ടാൽ ഇല്ല. ഇത് ഫുൾ ഓപ്പറേഷൻ നിങ്ങളുടെ ഒപ്പം എല്ലാവരും ഒപ്പം ഒരാളുണ്ടാവും. ആ ഇൻസ്ട്രക്ടർ ആയിരിക്കും ഈ ഫുള്ള് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മുകളിലോട്ട് വന്നോന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവർ ഈ സാധനം ഇൻഫ്ലേറ്റ് ചെയ്ത് മുകളിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഓക്കെ. ഓക്കെ, സ്കൂബ ഡൈവിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ട് ശ്വാസം എടുത്ത് കൊണ്ട് തന്നെ വിടണം. നമ്മൾ മൂക്ക് കൊണ്ട് ശ്വാസം വലിച്ചാൽ നമ്മുടെ മൂക്കിൽ ഈ മാസ്കിൽ കവാടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കൊണ്ട് ശ്വാസം വലിച്ച് കൊണ്ട് തന്നെ വിടുക. കൊണ്ട് ഇൻഹെയിൽ, കൊണ്ട് എക്സെയിൽ. ഇതാണ് ഇതാണ് നമ്മുടെ റെഗുലേറ്റർ. ഇത് പിടിക്കുന്നതിനൊരു രീതി തന്നെ. നമ്മുടെ മലയാളത്തിലെ 3 അക്ഷരങ്ങൾ ആ ഊ, ഈ രീതിയിലാണ് നമ്മൾ പിടിക്കേണ്ടത്. ഈ ബൈറ്റിംഗ് കാർഡ് ഉണ്ടാവും. ഈ ബൈറ്റിംഗ് കാർഡിൽ നിങ്ങളുടെ ജോയില് പല്ലിൽ കണക്കടിച്ചു പിടിച്ചിട്ട് ഇവിടെ നിങ്ങളുടെ പല്ല് വന്നെ ഇവിടെ നിങ്ങളുടെ ചുണ്ടുകൊണ്ട് കവാടയ്ക്കണം. ഞാൻ വെച്ച് കാണിച്ചു തരാം. ആ ഈ ഇങ്ങനെയാണ് ഇത് വലിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് വെച്ചാൽ പയ്യെ ഡീപ്പായിട്ട് നമ്മൾ അങ്ങനെ വലിക്കണ്ട. പയ്യെ ഈ ഒരു രീതിയിലാണ് നമ്മളിത് ശ്വാസം വലിക്കുന്നത്. ഇൻ കേസ് അറിയാം നിങ്ങൾ ഷേപ്പില്ലേ അത് വിടാൻ പാടില്ല. നിങ്ങൾ ഇങ്ങനെ വലിച്ച സൈഡിൽ കൂടി വെള്ളം കയറും. ഇൻ കേസ് അറിയാതെ നിങ്ങളുടെ വായിൻ്റെ ഉള്ളിൽ വെള്ളം പോയി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടി വെച്ച് തന്നെ ഈ ബട്ടൺ കണ്ട നടുക്കൾ ഈ ബട്ടൺ ഒരു വട്ടം പ്രസ് ചെയ്താൽ വെള്ളം വായിലെ പൊക്കോളും. പേടിക്കേണ്ട ആവശ്യമില്ല. വായിൽ വെള്ളം കയറിയാലും നമുക്കത് വെള്ളത്തിൻ്റെ അടി വെച്ച് തന്നെ കളയാൻ പറ്റും. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അടി കുറേ നേരം പോയി കഴിയുമ്പോൾ വാ ഡ്രൈ ആയി നിങ്ങൾക്കൊന്ന് തുപ്പണമെന്ന് തോന്നും. വായിൻ്റെ ഉള്ളിൽ തന്നെ തുപ്പുക, ഈ ബട്ടൺ പ്രസ് ചെയ്യുക. ഛർദ്ദിക്കുക, ബട്ടൺ പ്രസ് ചെയ്യുക. പേടിക്കാനൊന്നുമില്ല. അതിന് മേളിൽ വരേണ്ട ആവശ്യമില്ല. വെള്ളത്തിൻ്റെ അടി വെച്ച് തന്നെ അത് വെക്കണതിൻ്റെ പൊസിഷൻ ഈ രീതിയിലാണ് നമ്മൾ ശ്വാസം വലിക്കേണ്ടത്. പിന്നെ ആകെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മൾ വെള്ളത്തിനടിയിൽ പോകുന്നതോറും നമ്മുടെ ചെവിക്ക് ചെറിയ പ്രഷർ. നമ്മൾ ഫ്ലൈറ്റിൽ വരുമ്പോൾ ചെവി അടങ്ങില്ല. അതേപോലെ വെള്ളത്തിനടിയിൽ പോകുന്നതോറും ചെവിക്ക് ചെറിയൊരു പ്രഷർ വരും. അത് പേടിക്കാനൊന്നുമില്ല. അത് വെള്ളത്തിനടിയിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ഉമിനീരില്ലേ, ഉമിനീരൊന്ന് ഇറക്കുക. ഉമിനീരിറക്കുമ്പോൾ ചെവി തുറക്കും. ഉമിനീര് ഇറക്കിയിട്ടും നിങ്ങളുടെ ചെവിയുടെ വേദന പോണില്ലെന്നാണെങ്കിൽ മൂക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ അടച്ചു പിടിക്കുക. എന്നിട്ട് മൂക്കിൽ കൂടി തന്നെ ശ്വാസം വിടാൻ പറ്റുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചെവി തുറക്കും. നിങ്ങളുടെ മൂക്ക് ഇത് കവേർഡായിരിക്കും, പക്ഷെ ഇതൊരു ചെറിയ സോഫ്റ്റ് സാധനമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പിടിക്കില്ല. ഇങ്ങനെ പിടിച്ചാൽ ഫുള്ള് മൂക്ക് കിട്ടില്ല. ഇങ്ങനെ പിടിച്ചിട്ട് മൂക്കിൽ കൂടി തന്നെ ശ്വാസം വിടാൻ നോക്കുക. ചെവി ഉമിനീര് ഇറക്കിയാൽ തന്നെ റെഡിയാവും. ഉമിനീര് ഇറക്കിയിട്ടും മാറിയില്ലെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഇതാണ് ആകെ 2. വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ശ്വാസം വലിക്കുക, വിടുക, അടിയിലോട്ട് പോകുമ്പോൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് വെള്ളത്തിനടി സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഹാൻഡ് സിഗ്നൽസാണ് യൂസ് ചെയ്യണം. കമ്മ്യൂണിക്കേഷനായിട്ട് നിങ്ങളുടെ ഇൻസ്ട്രക്ടർ നിങ്ങളുടെ ടാങ്കിൽ പിടിച്ച് ഇങ്ങനെയായിരിക്കും നിങ്ങളോട് സംസാരിക്കാം. നിങ്ങൾ ഇവിടെ ഇരിക്കും. നിങ്ങളുടെ ഇൻസ്ട്രക്ടർ ബാക്കിൽ ഇങ്ങനെ ടാങ്കിൽ പിടിച്ച് ഒരു വെർട്ടിക്കൽ പൊസിഷനിലേക്ക് നിൽക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അവർ കാണിച്ചാൽ ഇതാണ് നമ്മുടെ ഓക്കെ. ഇൻസ്ട്രക്ടേഴ്സ് ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് ചോദിക്കുന്നതാണ് നിങ്ങൾ ഓക്കെ ആണോ അല്ലേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നുള്ളത് ഇതാണ് നമ്മുടെ ഓക്കെ. ഓക്കെ അല്ലെങ്കിൽ നോട്ട് ഓക്കെ. ഇതാണ് നമ്മുടെ നോട്ട് ഓക്കെ. ഇനി നിങ്ങൾക്ക് നോട്ട് ഓക്കെ കാണിക്കാൻ പറ്റില്ല, മുകളിലോട്ട് തന്നെ അപ്പം തന്നെ ഇങ്ങനെ ഇതിങ്ങനെ കാണിക്കും. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അവർ നിങ്ങളെ മുകളിൽ കൊണ്ട് ഓക്കെ. മുകളിലോട്ട് പോവാ, അടിയിലോട്ട് പോവാ. ഓക്കെ, ഇത് അടിയിലോട്ടാണെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ഇത് ഓക്കെ, നോട്ട് ഓക്കെ, മുകളിലോട്ട് പോവാ, അടിയിലോട്ട് പോവാ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഉമിനീറാക്കുക, പിക്കലൈസേഷൻ, അതിൻ്റെ സിമ്പലാണ്. ഇൻസ്ട്രക്ടർ നിങ്ങളോട് ഇങ്ങനെ കാണിക്കും. അപ്പം നിങ്ങൾ ഉമിനീറാക്കുക. അങ്ങനെ കാണിക്കാൻ വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് എപ്പോൾ ചെവിയിൽ വേദന വരുന്നോ, കാരണം ഓരോരുത്തർക്കും ഓരോ പോലെയുള്ള. അപ്പോൾ എപ്പോൾ വേദന വരുന്നു അപ്പം തന്നെ ഉമിനീരിറക്കി പോകും. വേറെ ഒന്നും ചെയ്യേണ്ട. കൊണ്ട് ശ്വാസം എടുക്കുക, കൊണ്ട് വിടുക, അതിൻ്റെ ഉള്ളിൽ വെള്ളം പോയാൽ ഈ ബട്ടൺ പ്രസ് ചെയ്യുക, അടിയിൽ പോകുമ്പോൾ ഉമിനീരിറക്കുക. എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. ഓക്കെ, നോട്ട് ഓക്കെ, മുകളിലോട്ട് പോവുക, അടിയിലോട്ട് പോവുക. പിക്കലൈസേഷൻ സിമ്പിൾ. ഓക്കെ, നീന്തൽ അറിയാം എല്ലാവർക്കും. ഇതെന്താ പിക്കലൈസേഷൻ, ഉമിനീറിറക്കുക. നീന്തൽ അറിയില്ല. നമുക്ക് നീന്താൻ അറിയാത്താണ് ഏറ്റവും നല്ലത്. നീന്തൽ അറിയാവുന്ന നല്ലതാണ്, പക്ഷേ നീന്താൻ നോക്കേണ്ടത്. കാരണം നിങ്ങൾ നീന്താൻ ട്രൈ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പണി. അപ്പോൾ നിങ്ങൾ വേറെ ഡയറക്ഷനിലോട്ട് പോകും, അവർക്ക് നിങ്ങളെ ഹാൻഡിൽ ചെയ്യണം.
നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് വെറുതെ കിടക്കുക, ശ്വാസം വലിക്കുക, വിടുക, കാഴ്ചയിടുക, അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ബാക്കി ഫുള്ള് കാര്യങ്ങൾ അവർ ചെയ്യും. അടിയിലോട്ട് പോകുമ്പോൾ നിക്കലൈസ് ചെയ്യുക, ഉമിഞ്ഞിടണം, ഇത്രയും മാത്രം നിങ്ങൾ ചെയ്യുക. ഓക്കെ. സ്പെക്സ് ഇല്ല, ഇത് പവേർഡ് ഗ്ലാസ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല, ആ ഒരു പ്രശ്നം വരില്ല. ഓക്കെ. ഇത് പവേർഡ് ഗ്ലാസ് ആണ്, പേടിക്കണം. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ടായാലും ഇവിടെ ഒരു ട്രയൽ, ഇവിടെ നമുക്ക് ട്രയൽ